വിനിത വേണു, ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തതയായില്ലേ? സംഘപരിവാർ, RSS സമ്മർദ്ദം എന്നൊക്കെയുള്ള ആ നറേറ്റീവ് ഇനി എവിടെ കൊണ്ടുപോയി മാറ്റിവെക്കേണ്ടി വരും? കാരണം ആന്റണി പെരുമ്പാവൂർ എന്ന സിനിമയുടെ നിർമ്മാതാവായ ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ ആന്റണി പെരുമ്പാവൂരാണ് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുന്നത്. സുജയ് പാർവതി, നേരിട്ട ഒരു സമ്മർദ്ദം സംഘപരിവാറിന്റെയോ അല്ലെങ്കിൽ BJPയുടെയോ നേതാക്കളിൽ നിന്ന് നിർമ്മാതാക്കൾക്കോ അണിയറ പ്രവർത്തകർക്കോ ഉണ്ടായിട്ടില്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്തിന് ഈ സിനിമയിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയെന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ സിനിമയിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിന് പിന്നാലെയുണ്ടായ പ്രതികരണങ്ങൾ, RSS ഉൾപ്പെടെ പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് ആ തീരുമാനം എന്ന് ഉറപ്പാണല്ലോ. സമ്മർദ്ദങ്ങൾ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ പോലും സാഹചര്യം അതുതന്നെയാണ്. അത്തരത്തിൽ പുറത്തുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ അതൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അണിയറ പ്രവർത്തകർക്കിടയിൽ ഭിന്നതയുണ്ടോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതിൽ പക്ഷേ ആന്റണി പെരുമ്പാവൂർ വ്യക്തത വരുത്തുന്നു. എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. കാരണം ആരെയെങ്കിലും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല സിനിമ. അത്തരത്തിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്ന ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്, അത് ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ, പ്രത്യേകിച്ച് അതിലെ പ്രധാന നിർമ്മാതാക്കളൊരാൾ ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കപ്പുറം പരസ്യമായൊരു പ്രതികരണത്തിന്, വിവാദം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണത്തിന് ആന്റണി പെരുമ്പാവൂർ തയ്യാറാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, തിരക്കഥാകൃത്ത് മുരളി ഗോപിയുടെ മൗനം തന്നെയാണ്. അദ്ദേഹം എന്തുകൊണ്ട് പോസ്റ്റ് ഷെയർ ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടി സമ്മതമുണ്ട് എന്ന് പറയുകയാണ്. ഏതായാലും ഇന്ന് നമ്മൾ മുരളി ഗോപിയുമായി ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഫോൺ എടുത്തു. ഇതിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്നലത്തേതിന് വ്യത്യസ്തമായി ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവർ മുരളി ഗോപിയുമായി സംസാരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എതിർപ്പില്ല എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ, ഇപ്പോൾ റീ എഡിറ്റഡ് വെർഷൻ ക്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹൈദരാബാദിൽ നിന്ന് എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതാണ്ട് 4 മണിക്കൂർ സമയം ഈ പ്രോസസ് എടുക്കും. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഇതിൽ ക്യൂബിൽ അപ്ലോഡിംഗ് നടക്കുന്നു, സിനിമ വരുന്നു. പക്ഷേ ഈ സിനിമയെ പിന്തുണച്ച ആളുകൾ, പ്രത്യേകിച്ചും ഇന്ന് പാർലമെന്റിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നിരിക്കുന്ന MP-മാരടക്കം, അവരടക്കം എന്തിന്റെ പേരിൽ ഈ വിഷയം ഉന്നയിക്കും? സമ്മർദ്ദമില്ല, ഞങ്ങളെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ആരോ സമ്മർദ്ദം ചെലുത്തിയില്ല എന്ന ഒരു നിർമ്മാതാവ് ഇന്ന് രാവിലെ വന്ന് പറയുന്നത് പാർലമെന്റിലെ വിഷയം വരുന്നതിന് തൊട്ടു മുൻപാണ്. അതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടേ? അപ്പോൾ രാഷ്ട്രീയമായ വിഷയം ഉന്നയിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് ഇത് ഒരു വലിയ അടിയായി മാറുകയല്ലേ? ഒരിക്കലുമില്ല സുജയ. കാരണം ആ വിഷയം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് പറയുന്നത് ഒരു സിനിമ പുറത്തിറക്കുന്നതിൽ അതിന്റെ എഴുത്തുകാരനും സംവിധായകനും അണിയറ പ്രവർത്തകർക്കും തന്നെ ഉള്ള ഒരു കാര്യമാണ്. ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായി നേരത്തെ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിനപ്പുറം ആന്റണി പെരുമ്പാവൂർ ഒരു ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടില്ല. അണിയറ പ്രവർത്തകരിൽ നിന്ന്, മുരളി ഗോപി അടക്കമുള്ളവരിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്നാണോ കരുതേണ്ടത്? ഈ വിവാദം അവസാനിപ്പിക്കാൻ നോക്കുകയാണോ സിനിമയുടെ അണിയറ പ്രവർത്തകർ? അത് തന്നെ ആയിരിക്കണം സുജയ. കാരണം ഇന്ന് റീ എഡിറ്റഡ് വെർഷൻ ഞാൻ പറഞ്ഞതുപോലെ ഹൈദരാബാദിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യൂബിൽ. ഏതാണ്ട് 4 മണിക്കൂറിനുള്ളിൽ ഇത് പൂർത്തിയാകും. അങ്ങനെയെങ്കിൽ വൈകിട്ട് തന്നെ, അതായത് ഉച്ചയ്ക്കുള്ള ഷോയ്ക്ക് ശേഷം വൈകിട്ടുള്ള ഷോയ്ക്ക് പുതിയ വെർഷൻ ആവും ഇറങ്ങും. അതിനുശേഷം ഇതിൽ അണിയറ പ്രവർത്തകർ കൂടുതലൊന്നും പ്രതികരിക്കാനോ വിവാദങ്ങളിൽ ഇടപെടാനോ സാധ്യതയില്ല. പക്ഷേ അപ്പോഴും മുരളി ഗോപി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് ഇതിൽ യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകട്ടെ, അദ്ദേഹം അത് നിലപാട് വ്യക്തമാക്കുന്നില്ല, മൗനം തുടരുന്നു എന്നാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, എത്ര സമ്മർദ്ദമില്ലെന്ന് ആന്റണി പെരുമ്പാവൂർ ആവർത്തിച്ചു പറഞ്ഞിട്ടും എന്തിന് ഇത്രയും കലാമൂല്യമുള്ള ഒരു സിനിമയെന്ന് അവർ അവകാശപ്പെടുന്ന സിനിമയുടെ 2 മിനിറ്റ് 8 സെക്കൻഡ് ഭാഗം, അതായത് കഥാതന്തുവിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാൻ അവർ തയ്യാറാകുന്നു എന്ന ചോദ്യമുണ്ട്. അപ്പോഴാണ് ഈ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലമെല്ലാം തന്നെ നമുക്ക് വ്യക്തമാകുന്നതും. ആരുടെയും സമ്മർദ്ദമില്ല എന്ന് പറയുമ്പോൾ പോലും ഇന്നലെ 3ാമത്തെ ലേഖനമാണ് പൃഥ്വിരാജിനെതിരെ RSS മുഖപത്രമായ ഓർഗനൈസറിൽ വന്നത്. അത് ഹിന്ദുത്വ അജണ്ട, അതിനെതിരെയുള്ള പൃഥ്വിരാജിന്റെ നീക്കം എന്ന തരത്തിൽ, പൃഥ്വിരാജിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വന്നത്. ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പൃഥ്വിരാജിന്റെ കുടുംബത്തെ പോലും ആക്രമിക്കുന്ന രീതിയിലുള്ള പ്രതികരണം കണ്ടതാണ്. അത് മറ്റൊരർത്ഥത്തിൽ വലിയ രീതിയിൽ അത് മാറിപ്പോകുന്നു എന്നത് കണ്ടതുകൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ പരസ്യമായ ഒരു വിശദീകരണമായി എത്തുന്നത്. മറ്റ് അണിയറ പ്രവർത്തകർ ആരും തന്നെ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താൻ പോലും തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. അദ്ദേഹം അളന്നു കുറിച്ച വാക്കുകളിൽ പ്രതികരണം തരുന്നു, പക്ഷേ കൂടുതലൊന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളെ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല. സമ്മർദ്ദമില്ല എന്ന് പറയുന്നു. നേരിട്ടുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ഫോണിലൂടെയുള്ള സമ്മർദ്ദമൊന്നും ഉണ്ടാവില്ലായിരിക്കും.
ആയിരിക്കാം. പക്ഷേ പുറത്തു നടന്നുള്ള കാര്യങ്ങൾ, അതിന്മേലുണ്ടായിട്ടുള്ള ചർച്ചകൾ, സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്ന ആക്രമണങ്ങൾ, ഇതെല്ലാം തന്നെയായിരിക്കണം ഒരുപക്ഷെ സിനിമയെ ബാധിക്കേണ്ട എന്ന് കരുതി, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയുള്ള അണിയറ പ്രവർത്തകരുടെ ഈ തീരുമാനത്തിനില്ല. ഏതായാലും എമ്പുരാൻ വിവാദം ഇതോടെ അവസാനിച്ചു എന്ന് നമുക്ക് കരുതുക വയ്യ. ഇന്നലെ NS മാധവൻ കുറിച്ചതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിനേക്കാൾ ശക്തമായി ഈ സിനിമ വീണ്ടും ചർച്ചയാക്കപ്പെടുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം തിയേറ്ററുകളിൽ പുതിയ വെർഷൻ കാണാനും ആളുകളുടെ തിരക്കാണ്. പഴയ വെർഷൻ കണ്ട ആളുകളെല്ലാം തന്നെ പുതിയ വെർഷനിൽ എന്ത് ഭാഗമാണ് കട്ട് ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്നതിന് വേണ്ടിയുള്ള അങ്ങനെ നോക്കുമ്പോൾ സിനിമയ്ക്ക് കൂടുതൽ വിജയത്തിലേക്ക്, അതുപോലെ തന്നെ കൂടുതൽ പണം വാരുന്നതിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ സൈലന്റായി ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ വിവാദങ്ങൾക്കൊപ്പം എന്നതും വ്യക്തമാണ്.